തങ്ങളെന്നറിയുമോ? വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങൾ കാത്തിരിക്കുകയാണ്. 7 കൊല്ലം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിനെ കിട്ടി, ഒരു പൊന്നുമകനെ കിട്ടി. പ്രസവിക്കുമ്പോഴേ ഉമ്മ മരിച്ചു പോവുകയാ, പ്രസവിക്കുമ്പോഴേ ഉമ്മ മരിച്ചു പോവുകയാ. മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല തന്റെ പൊന്നുപോലെ നോക്കുകയാ. പിന്നൊരു വിവാഹം കഴിച്ചില്ല. വല്ലാത്ത സ്നേഹമാ, വല്ലാത്ത സ്നേഹമാ. വാപ്പയും മകനും വല്ലാത്ത മത്സരമാണ്. അവസാനം അബൂ സിനാർ റളിയല്ലാഹു തആല രോഗം പിടിച്ച് കിടക്കുകയാ. അവസാനം മരണപ്പെട്ടു. മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി കബറടക്കുകയാണ്. എല്ലാവരും കബറടക്കിയിട്ട് കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങിപ്പോവുകയാ. പക്ഷേ 11 വയസ്സുള്ള അബൂ സിനാർ തങ്ങളുടെ പൊന്നുപോരുണ്ടല്ലോ, ആ പൊന്നുപോര് കബറിന്റെ ഓരത്ത് നിൽക്കുകയാ. എല്ലാരും പള്ളിക്കാട്ടിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ ചെറിയ പയ്യൻ മാത്രം കബറിന്റെ ഓരത്ത് നിന്ന് മടങ്ങുന്നില്ല. എല്ലാവരും ചോദിച്ചു പോലെ, എന്തിനാടാ ഒറ്റയ്ക്ക് കബറിന്റെ ഭാഗത്ത് നിൽക്കുന്നത്? വാപ്പയോടുള്ള കടമ കടിഞ്ഞല്ലോ, പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കി കഴിഞ്ഞല്ലോ. എന്തിനാണ് ഒറ്റയ്ക്ക് കബറിന്റെ ഓരത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ 11 വയസ്സുള്ള പൊന്നുമോ പറയുകയാ, എന്റെ വാപ്പ ഇതിനകത്ത് തനിച്ചാണല്ലോ, മണ്ണിലാണല്ലോ എന്റെ വാപ്പാന്റെ ശരീരം കിടക്കുന്നത്. അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ, അത് ഇടുങ്ങിയ കബറാണല്ലോ. അതുകൊണ്ട് എന്റെ ഉപ്പാനെ ഇതിനകത്ത് തനിച്ച് കിടത്തിയിട്ട് എനിക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഓടിച്ചു വിട്ടിട്ട് 11 വയസ്സുള്ള പൊന്നുവോ പള്ളിക്കാട്ടിലെ കബറിന്റെ ഓരത്ത് നിന്ന് കരയുകയാണ്. വാപ്പാന്റെ കബറിന്റെ ഓരത്ത് നിന്ന് കരയുകയാ. ആ പൊന്നുവോ കരഞ്ഞ് തളർന്നു വീഴുകയാണ്. വാപ്പയുടെ കബറിന്റെ ചാരത്ത് തളർന്നു കിടന്നുറങ്ങിപ്പോയി. ആ സമയത്തുണ്ടല്ലോ മഹാനായ അബൂ സിനാർ തങ്ങള് കടന്നു വരികയാ. അതാ മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ, മരിച്ച അന്നത്തെ ദിവസം തന്നെ പൊന്നപോലെ സ്വപ്നത്തിൽ കടന്നു വരികയാ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, ഇന്നുവരെ മരിച്ചുപോയ വാപ്പയൊന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ ഉമ്മാനൊന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കാണാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാണെന്ന് പറയുന്നവര്, ഇന്നുവരെ നിന്റെ ഉപ്പാനെ നീ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്ങനെ സ്വപ്നം കാണാനാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, ആരും അറിയാതെ ഒരുപാട് പാപങ്ങളെ ചെയ്തു കൂട്ടിയിട്ട് ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നെളിഞ്ഞു നടക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ നീ ജുമുഅ നമസ്കരിക്കാൻ പള്ളിക്കകത്തേക്ക് ആഴ്ചയിൽ ഒരിക്കലാ പോകുന്നത്. അന്ന് പള്ളിയിലേക്ക് നീ കടന്നു പോകുമ്പോ വെള്ളിയാഴ്ച ദിവസം 2 മലക്കുകൾ പള്ളിക്കാട്ടിലേക്ക് പോവുകയാ. നിന്റെ വാപ്പ പള്ളിക്കാട്ടിലാണല്ലോ, നിങ്ങളുടെ ഉമ്മ പള്ളിക്കാട്ടിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ, 2 മലക്കുകൾ വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്കാട്ടിലേക്ക് കടന്നു പോവുകയാ. 2 പേരുടെ കയ്യിലും ഓരോ കിതാബുണ്ട്. എന്നിട്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പയെയും ഉമ്മയെയും 2 പേരുടെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു ചെല്ലുകയാണ്. ഈ വിനീതന്റെ ഉപ്പയുണ്ടല്ലോ, പള്ളിക്കാട്ടിൽ കിടക്കുകയാ. അടുത്ത വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, എന്റെ ഉപ്പാന്റെ കബറിന്റെ പോലത്തെ 2 മലക്കുകൾ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് എന്റെ വാപ്പാനെ വിളിച്ചുണർത്തുകയാ. എന്നിട്ട് പറയുന്നു, മനുഷ്യ, നിങ്ങളുടെ പൊന്നുപോലുണ്ടല്ലോ, അവൻ നല്ലവനാ, അവൻ നിസ്കരിക്കുന്നവനാ, അവന് സദഖ കൊടുക്കുന്നവനാ, അവന് ഖുർആൻ ഓതുന്നവനാ, അവന് ദിക്ർ ചെയ്യുന്നവനാ. അല്ലാഹുവേ, പള്ളിക്കാട്ടിൽ മരിച്ചു കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലേക്ക് മലക്കുകൾ കടന്നു ചെന്നിട്ട് ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഞാനും നിങ്ങളും ചെയ്യുന്ന നല്ല കാര്യമുണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. പറയുക,
പ്രകാശിക്കുകയാ. സന്തോഷം കൊണ്ട് നമ്മുടെ ഉപ്പാന്റെ മുഖം പ്രകാശിക്കുകയാ, നമ്മുടെ ഉമ്മാന്റെ മുഖം പ്രകാശിക്കുകയാ. എന്നിട്ട് കബറിൽ കിടന്നുകൊണ്ട് മരിച്ചു പോയവരെ ദുആ ചെയ്യുമല്ലോ, ഇതുപോലെ ഒരു നല്ല മകൻ എനിക്ക് ജനിച്ചല്ലോ റബ്ബേ, ഇതുപോലെ ഒരു നല്ല മകൻ എനിക്ക് ജനിച്ചല്ലോ റബ്ബേ. കണ്ണു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, പലിശ തിന്നുന്നവരെ, നിസ്കരിക്കാത്തവരെ, പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിന്റെ ഉമ്മയുടെ മുന്നിൽ വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ കൊണ്ടുപോയിട്ട് മോൻ പെണ്ണ് പിടിച്ചുകൊണ്ട് നടക്കുകയാ, അവന് കണ്ണു കുടിച്ചുകൊണ്ട് നടക്കുകയാ, അവന് പള്ളിക്കകത്ത് കേറൂല. അല്ലാഹുവേ, മലക്കുകൾ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ഉമ്മ കബറിനകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലോ 9.5 മാസക്കാലം ഇവനെയാണല്ലോ ഞാൻ ചുമന്നുകൊണ്ട് നടന്നത്, ഇവനെയാണല്ലോ മനവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത്, ഇവന് വേണ്ടിയാണല്ലോ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കളഞ്ഞത്. ഉമ്മ കബറിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലോ ഇങ്ങനെ ഒരുത്തനെന്റെ വയറ്റിൽ ജനിച്ചല്ലോ റബ്ബേ. കബറിനകത്ത് കിടന്നിട്ട് വാപ്പ കരയുകയാ, ഉമ്മ കരയുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിച്ചവരെ കരയിപ്പിക്കല്ലേ, മരിച്ചവരെ വേദനിപ്പിക്കല്ലേ. മഹാനായ അബൂസിനാ തങ്ങൾ കബറിനകത്ത് കിടന്നിട്ട് തന്റെ പൊന്നുമകന്റെ സ്വപ്നത്തിൽ കിടന്നു വരികയാ. മകനോട് ചോദിച്ച്, എന്തിനാടാ പള്ളിക്കാട്ടിൽ കിടക്കുന്നത്? എല്ലാരും പോയല്ലോ, എല്ലാരും പോയല്ലോ, എന്തിനാ മോനെ നീ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അബൂസിനാ തങ്ങളോട് തന്റെ പൊന്നുമകൻ ചോദിക്കുന്നു, ഉപ്പാ നിങ്ങൾ ഇതിനകത്ത് തനിച്ചാണല്ലോ, നിങ്ങൾ ഇതിനകത്ത് തനിച്ചാണല്ലോ, ആരുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു കൊടുക്കുകയാ, അബൂസിനാ തങ്ങളോട് വാപ്പയോട് മകൻ ചോദിച്ചു, എങ്ങനെയുണ്ടപ്പാ കബറെങ്ങനെയുണ്ടപ്പാ, കബറെങ്ങനെയുണ്ടപ്പാ? എന്റെ പൊന്നുമോനെ പഠിച്ചോ, കബറെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അബൂസിനാ റളിയല്ലാഹു തആല അൻഹു പറയുന്ന പോലെ, എന്റെ ഉമ്മ പാല് തരുന്ന സമയത്ത് മടിയിൽ കിടത്തിയിട്ട് തലോടുന്നത് പോലെ എന്നെ കബറ് ഞെരിക്കുമോരെ. വാപ്പ ഇന്നവരെ സ്വർണത്തിന്റെ വിരിപ്പിൽ കിടന്നിട്ടില്ല, കബറിനകത്ത് സ്വർണത്തിന്റെ വിരിപ്പാ പോലെ. സ്വർഗത്തിന്റെ കവാടം എന്റെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. എന്തൊരു വിശാലതയെന്നറിയുമോ? ഉപ്പാന്റെ കബറ് 6 അടി മണ്ണിനകത്ത് സുഖവാസവാ പോലെ. അബൂസിനാ തങ്ങളോട് തന്റെ പൊന്നുമകൻ ചോദിച്ചു, ഇതെങ്ങനെ കിട്ടിയുപ്പാ, ഇതെങ്ങനെ കിട്ടിയുപ്പാ? അബൂസിനാ തങ്ങൾ പറയുന്ന പോലെ, നിന്റെ വാപ്പ 1 മാസത്തോളം രോഗം പിടിച്ചു കിടന്നല്ലോ, ഈ എഴുന്നേക്കാൻ വയ്യാതെ നിന്റെ ഉപ്പ കിടക്കുന്ന സമയത്ത് പോലെ ഒരു വഖത്ത് പോലെ നിന്റെ ഉപ്പ കളയാക്കിയിട്ടില്ല പൊന്നുപോലെ. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ. 5 നേരത്തെ നിസ്കാരം നീ സൂക്ഷിച്ചോ. 6 അടി മണ്ണിനകത്ത് സുഖവാസമാണ് പൊന്നുപോലെ. അതുകൊണ്ട്